ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഫാമിലിയെല്ലാം കൂടിയിട്ട് കുറച്ച് പേര് പുറത്തൊക്കെ പോയ വിശേഷങ്ങളല്ലാതെ പിന്നെ അത് കൂടാണ്ട് കുറച്ച് നാളായി ഞാൻ വ്ളോഗെല്ലാം ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ കാരണങ്ങളും എല്ലാം പറയുന്നുണ്ട്. എന്തായാലും വീഡിയോ മുഴുവനായി കാണാം. കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഞാൻ ഒരു 4 മണി ആ ഒരു ടൈമിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഉമ്മാക്കൊരു ഹൗസ് വാമിങ് ഉണ്ട്. ഉമ്മാക്ക് മാത്രമല്ല, ഉപ്പാൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഞാൻ പോയിട്ടില്ല കേട്ടോ. പോകാത്തതിൻ്റെ കാര്യം എന്താണെന്നല്ലോ ഞാൻ വയ്യ പറയാം. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് പോയിട്ട് വരുന്ന വഴി പ്ലാൻ ആക്കിയതാണ് കേട്ടോ. ഇങ്ങനെ എവിടെയെങ്കിലും പുറത്ത് പോകാമെന്നുള്ളത് പെട്ടെന്ന് എടുത്ത തീരുമാനം. അങ്ങനെ ഉമ്മ എന്നെ വിളിച്ച് 5 മണിൻ്റെ ഉള്ളിലായിട്ട് പെട്ടെന്ന് റെഡിയായി നിൽക്ക്, ഞങ്ങൾ വരുന്നുണ്ട്. തലശ്ശേരിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ. വേറെ എടുത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല, തലശ്ശേരി എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പോകുന്നതാണ് കേട്ടോ. ഇത് 5 മണിയെല്ലാം കൂടിയിട്ട് 5:30 ആവാറായി, 5 കാലല്ലായിരുന്നു. നല്ല ലേറ്റായിന്. ഇനി എന്തിനാണ് നമ്മൾ പോകുന്നതെന്നെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ ഉപ്പാൻ്റെ പെങ്ങളെ മോളെ ഹസ്ബൻഡും പെങ്ങളെ മോളും ഞാനും കസിനും എല്ലാം ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 4 വണ്ടി ആളുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ലേറ്റ് ആയിട്ടില്ലേ, അങ്ങനെ സൺസെറ്റ് കാണാനെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ആദ്യം പറഞ്ഞത് തലശ്ശേരി കടൽപ്പാലയില്ലേ, അവിടേക്കാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായാലോ ഇവർ റൂട്ട് മാറ്റി മുഴപ്പിലങ്ങാട് ബീച്ചിലെ ഡ്രൈവിംഗ് ബീച്ച് അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഫുൾ വഴി തെറ്റി ബ്ലോക്കായിട്ട് നല്ലപോലെ ലേറ്റായി. എല്ലാവരും ഏകദേശം ടൈമിലെത്തിന് ഞങ്ങൾ നല്ല ബ്ലോക്കിൽ പെട്ടിട്ട് ലേറ്റായി. അങ്ങനെ ഏകദേശം അതാ മുഴപ്പിലങ്ങാട് ബീച്ച് എത്താറാകുമ്പോൾ അവിടെയും ബ്ലോക്കിൽ നിന്നിട്ട് ഞങ്ങൾ നടന്ന് പോകാനായിട്ടാണ് ചെയ്തതിന്. അങ്ങനെ കാറ് വെച്ച് തിരിച്ചു വരുമ്പോൾ ബ്ലോക്കെല്ലാം തീർന്ന് ഒരു വല്ലാത്തൊരു ദിവസേനു വന്ന്. അങ്ങനെ നടന്ന് ടയേർഡായിട്ട് ഞങ്ങളൊരു ലൈം ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ് ഇത്. ഞാനിപ്പോൾ ഏകദേശം 2 ആഴ്ചയായി വീഡിയോ ഇട്ടിട്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്ക് വ്ളോഗിൽ പറയലുണ്ട് എൻ്റെ സൗണ്ട് പോക്കുണ്ട്, അങ്ങനെ താന്നെന്നല്ല പറയലുണ്ട് വീഡിയോ ലേറ്റാണ്. ഇത് സൗണ്ട് ഫുള്ളായിട്ട് പോയി കേട്ടാ. ചുമയും എല്ലാമായിട്ട് വല്ലാണ്ട് ടയർഡായി ഹോസ്പിറ്റലിലായിട്ട്. അതുകൊണ്ടാണ് ഈ വ്ളോഗ് ഇത്ര ലേറ്റായി. ഇതിപ്പോൾ എടുത്ത് വെച്ചിട്ട് ഞാൻ ഏകദേശം 2 ആഴ്ച തന്നെ ആയി. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ച ആ ഒരു ടൈമാണ്, അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ പോകുന്നത്. എല്ലാവരും കൂടി ഒന്നിച്ച് പോകുന്നില്ലേ, അപ്പം ഇവരെന്തായാലും വരാൻ ലേറ്റാവും. അപ്പം ഞാൻ വീട്ടിലിരുന്നിട്ട് അതൊരു രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി. അവിടെ നിന്ന് എല്ലാവരും ചായയും കടിയെല്ലാമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് കടി ഫുള്ളായിട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഹോർലിക്സ് കുടിച്ച്. എന്നാലും നല്ല ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അങ്ങനെ ഞാൻ ഇതുവരെ രാത്രി ടൈമിൽ ബീച്ചിൽ പോയിട്ടില്ല, അപ്പോൾ ആ ഒരു വൈബും കൂടി ആസ്വദിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരിത്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് പോസ്റ്റർ കണ്ടിരുന്നു. ബീച്ചിൽ ഇങ്ങനെ എന്തോ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഇവിടിങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്നുള്ള രീതിയിൽ വന്നിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ് അതത്ര വലിയ രസമൊന്നുമില്ല, വലിയ കാണാനൊന്നുമില്ല എന്നല്ലോ. അങ്ങനെ തിരക്കും, ആരും പോകുന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് കുറച്ച് സമയം നിന്ന് സംസാരിച്ചിട്ട് അവിടുന്ന് തിരിച്ച് പോവുകയാണ് ചെയ്തിന്. അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടുന്ന് തിരിച്ച് പോക്കാണ്. ഇനി പോകുന്ന വഴിക്ക് എനിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകണം. പോകുമ്പില്ലേ നമ്മൾ കസിൻസ് മാത്രമായിട്ടാണ് എൻ്റെ പോയിന്. നമ്മൾ 5 പേര്, ഈ ഒരു കാറിൽ നമ്മൾ 5 പേര് അങ്ങനെയാണ് പോയിന്.
അവിടെ നല്ല രസമുണ്ടായിരുന്നു. നല്ല പാട്ടെല്ലാം വെച്ച് വർത്താനം പറഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുമ്പോഴുള്ള ഈ ഒരു ടൈം. പിന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ മട്ടന്നൂർ നാറാവീസിലാണ് വന്നേന്. എല്ലാവരും കൂടി ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നേ. ഞാൻ ആദ്യം വിചാരിച്ച് ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കണ്ട ഇടണ്ടാന്ന് വിചാരിച്ചിരുന്നു. പിന്നെ വിചാരിച്ച് കുറേ നാളായില്ലേ വീഡിയോ കിട്ടിയിട്ട്, ഇത് ഫോണിലുള്ളതുകൊണ്ട് അങ്ങനെ ഇതന്നെ എഡിറ്റ് ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയില്ലേ, നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് നല്ല മടി വരും. അങ്ങനെ എനിക്ക് നല്ലപോലെ മടി പിടിച്ചിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും പിന്നെ എടുക്കലേ ഇല്ല. അങ്ങനെ ലൈക്ക് ഇനി ഏതായാലും ഇനി ഇൻഷാ അല്ലാ ഇനി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് മന്തിക്ക് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ഒരു ജീരകം മിഠായില്ലേ അത് കഴിക്കലാന്ന്. ഇനി നേരെ വീട്ടിലേക്കാണ്. പക്ഷെ വീട്ടിലേക്കല്ല കേട്ടോ നമ്മൾ പോയിന്. പോകുന്ന വഴിക്ക് ഇപ്പോൾ അടുത്തായിട്ട് ഓപ്പണായ ഒമാനി ഹൽവയില്ലേ അത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കയറി വെക്കുന്നതാണ് കേട്ടോ. ബാക്കി എല്ലാവരും പോയി. നമ്മൾ മാത്രം ഒന്ന് നമ്മളൊരു വണ്ടി നമ്മൾ മാത്രം ഒന്ന് കയറിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഒന്ന് സെലക്ട് ആക്കിയിട്ടുണ്ട്. ഒന്ന് വാങ്ങിന്, ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. എൻ്റെ കസിന് വാങ്ങിന്. എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇത് ഞാൻ ഓപ്പൺ ആക്കിയത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. അങ്ങനെ ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഈ ഒരു വ്ളോഗ് പിന്നെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. ഒരു ചെറിയ വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ആക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം. താങ്ക് യു, ബൈ.